ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അച്ചാർ പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് അച്ചാർ പൊടിയൊന്നും ചേർക്കാത്ത നല്ല നാച്ചുറലായിട്ടുള്ള നല്ലൊരു അടിപൊളി അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഈത്തപ്പഴവും അതേപോലെ ചെറുനാരങ്ങയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ തൊലി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം തൊലിയൊക്കെ ഒന്ന് കളറ് മാറിപ്പോയതാട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ അതിൽ 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ചെറുനാരങ്ങൊക്കെ നന്നായിട്ട് കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങ നന്നായിട്ട് വേവിച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈത്തപ്പഴം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് നാരങ്ങ കുറച്ചേ ഉള്ളൂ, അതിനനുസരിച്ച് കുറച്ച് ഈത്തപ്പഴം എടുത്തതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഈത്തപ്പഴമൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ നാരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഒരുങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഉലുവയും കടുകും ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ ഉലുവയും അതേപോലെ ഒരു 1.5-2 സ്പൂണോളം കടുകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അച്ചാർ പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉലുവയും കടുകും പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ അച്ചാറിന്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൺചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അച്ചാർ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും ചെയ്യും. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 സ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. ഒരു 1/2 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉലുവയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ചതച്ച് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. പിന്നെ മൺചട്ടി ആകുമ്പോൾ നമുക്ക് കുറേ സമയം ചൂട് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങ വേവിച്ചെടുക്കാതെ തലേ ദിവസം ഉപ്പൊക്കെ കുഴച്ച് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഉപ്പൊക്കെ കുഴച്ച് വെച്ച നാരങ്ങയാണെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് നാരങ്ങ വേവിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്.
മുളക് പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടിയും കൂടെ കൂടിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് തീ കത്തിക്കാതെ നോക്കുക കേട്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു കളറ് പോവും. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂട് ഏറിക്കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ അച്ചാറിനൊരു കളർ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു നാരങ്ങ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അച്ചാറ് നന്നായിട്ട് ഈ ഒരു നാരങ്ങ ഈ ഒരു വെള്ളം ഇതൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ നാരങ്ങ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ബാക്കിയുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അത്യാവശ്യം നമുക്ക് ഈ ഒരു അച്ചാറിന് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്കൊന്നൊന്ന് കുറുക്കിയെടുക്കാം. കാരണം നമ്മൾ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈത്തപ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം അതേപോലെ ഈ നാരങ്ങയൊക്കെ വരുമ്പോൾ നല്ല ചെറിയൊരു മധുരവും കയ്പും ഒക്കെ പാടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് അച്ചാർ പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു നാടൻ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ആയിരിക്കും ഈ ഒരു അച്ചാറിനുള്ളത്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ പെരുങ്കായ ഉണ്ടല്ലോ, പെരുങ്കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ അത്യാവശ്യം നന്നായിട്ട് കുറുകി നല്ലൊരു തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടി നമുക്കിതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതാ ഇതും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ടൈമല്ലേ, നമുക്ക് വാങ്ങാനൊന്നും പോകാനും പറ്റൂലല്ലോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. ഗ്യാസ് ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ സുർക്ക ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ഒന്ന് നമ്മൾക്ക് എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് സുർക്കയും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് അടച്ച് വെക്കാം. പിന്നെ അച്ചാർ ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ബോട്ടിൽ നന്നായിട്ട് കഴുകി തുടച്ച് നമ്മൾ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയ ബോട്ടിലാവണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരിക്കും.
പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുക. പിന്നെ ആ നല്ലെണ്ണ നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് അച്ചാറൊക്കെ നമ്മൾ ബോട്ടിലാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് അച്ചാർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും കുറച്ച് അച്ചാറല്ല, കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താലും, പച്ച നല്ലെണ്ണ അല്ല കേട്ടോ, നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന നല്ലെണ്ണ ബോട്ടിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താലും ഒരുപാട് കാലം പൂപ്പലൊന്നും ഇല്ലാതെ അച്ചാർ ഇരിക്കും. അതേപോലെ അച്ചാർ ബോട്ടിലാക്കുന്ന സമയത്ത് നമ്മൾ ആ ചൂടാക്കി വെച്ചിട്ട് ഉള്ള നല്ലെണ്ണയിൽ നിന്നും കുറച്ച് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കുപ്പിയുടെ മുഴുവനായിട്ടൊന്ന് ചുറ്റിച്ച് കുപ്പീൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആ ഒരു എണ്ണ ആക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് അച്ചാർ ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്താലും നമുക്ക് പൂപ്പലില്ലാതെ ഒരുപാട് കാലം അച്ചാർ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്കുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒരുപാട് കാലം നമുക്ക് നമ്മുടെ അച്ചാർ കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സുർക്കൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്ക് ബോട്ടിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്നും കൂടെ ഞാനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രിക്കുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ അച്ചാർ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് കുപ്പിയിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അച്ചാർ നമ്മൾ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മുടെ അച്ചാർ ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ.